ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് മൊഡ്യൂൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം നമ്മൾ തീർത്തായിരുന്നു. ഇപ്പം നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ, അതായത് ഇൻകം ടാക്സിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിൽ ഫസ്റ്റ് ഇൻകം ഫ്രം സാലറി ആണ് വരുന്നത്. ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്ക് ഒരു എംപ്ലോയറിൽ നിന്നും ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന അയാൾ ചെയ്യുന്ന സർവീസിന് അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന വർക്കിന് കിട്ടുന്ന റിട്ടേൺ ആണ് എന്താണ് സാലറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബേസിക് എലമെന്റ് ഓഫ് സാലറി എന്ന് പറയുന്നതാണ് payer and payee must have an employer-employee relationship. എംപ്ലോയറും തമ്മിൽ ഒരു എംപ്ലോയർ അതായത് പെയറും അതുപോലെ തന്നെ പേയും തമ്മിൽ ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ആ പേയ്മെന്റ് എന്ന് പറയുന്നത് ഒരു എംപ്ലോയർ എന്ന ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു എംപ്ലോയർ ആയിട്ട് അയാൾ ഒരു എംപ്ലോയിക്ക് പേയ്മെന്റ് കൊടുക്കുന്നതായിരിക്കണം ഈ സാലറി എന്ന് പറയുന്നത്. ഇനി എ പേയ്മെന്റ് ക്യാൻ ബി constructed as salary only if payer is employer and payee is employee of the payer. എന്താണ് പേയർ എംപ്ലോയറും പേയി ആ പേയറുടെ അല്ലെങ്കിൽ ആ എംപ്ലോയറുടെ എംപ്ലോയിയും ആണെങ്കിൽ മാത്രമാണ് ഈ കൊടുക്കുന്ന എമൗണ്ടിനെ നമ്മൾ എന്തായിട്ട് സാലറി ആയിട്ട് കൺസിഡർ ചെയ്യുകയുള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? നെക്സ്റ്റ് വരുന്നത് ഡെഫിനിഷൻ ഓഫ് സാലറി. നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് സെക്ഷൻ 17 സബ്സെക്ഷൻ 1 പ്രകാരം സാലറിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നതാണ് സാലറി ആസ് പെർ ദി സെക്ഷൻ 17 ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് 1961 സാലറി ഇൻക്ലൂഡ്സ് ഫോളോയിങ്. താഴെ പറയുന്ന ഒരു 9 ഐറ്റംസ് ചേർന്നതാണ് എന്ത് സാലറി എന്ന് പറയുന്നത്. എന്ത് വേജ്, ആനുവിറ്റി ആൻഡ് പെൻഷൻ, ഗ്രാറ്റുവിറ്റി, അല്ലെങ്കിൽ ഇനി കമ്മീഷൻ, ഫീസ്, പെർക്യൂസിറ്റ്സ്, പ്രോഫിറ്റ് ഇൻ lieu of salary or in addition to any salary or wage, any advance salary, any payment received in respect of any period of leave not availed for business. ലീവ് എടുക്കാത്തത് മൂലം അല്ലെങ്കിൽ ലീവ് അവൈൽ ചെയ്യാതെ ആ ഡേയുടെ സാലറി വാങ്ങിക്കുന്നത്. അതുപോലെ എന്താണ് ആനുവൽ അക്രേഷൻ ഇൻ എനി പ്രീവിയസ് ഇയർ ടു ദി ബാലൻസ് ഓഫ് ദി ക്രെഡിറ്റ് ഇഫ് ദി എംപ്ലോയി participating in recognized provident fund to the extent is taxable. എന്താണ് നമ്മുടെ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് എംപ്ലോയി എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത്. അതുപോലെ എന്താണ് ട്രാൻസ്ഫർ ബാലൻസ് ഇൻ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ടു ദി എക്സ്റ്റെന്റ് ഈസ് ടാക്സബിൾ. എന്താണ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സർട്ടൺ എമൗണ്ട്. അതുപോലെ എന്താണ് കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ദി എംപ്ലോയർ in the previous year to the account of an employee under the pension scheme referred under section 80 CCD. എന്താണ് സെക്ഷൻ 80 CCD പ്രകാരം എന്താണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയർ പ്രീവിയസ് ഇയറിലെ എംപ്ലോയിയുടെ പെൻഷൻ സ്കീമിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്താണ് സാലറിയുടെ അണ്ടറിലാണ് കാണുന്നത്. അതായത് സാലറിയും സാലറിയുടെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നതും എന്താണ് ഇൻകം ഫ്രം സാലറി അല്ലെങ്കിൽ സാലറി ആയിട്ടാണ് ഇൻകം ടാക്സ് ആക്ട് കാണുന്നത്. ഇനി നെക്സ്റ്റ് ബേസിക്സ് ഓഫ് ചാർജസ്. ബേസിക്സ് ഓഫ് ചാർജസിൽ പറയുന്നത് 3 കാര്യങ്ങളാണ്. 3 തരം തന്നെ അഡ്വാൻസ്ഡ് സാലറി, ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ആൻഡ് അരിയേഴ്സ് സാലറി. അഡ്വാൻസ്ഡ് സാലറി എന്ന് പറയുന്നതാണ് സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് ഇസ് ടാക്സബിൾ അണ്ടർ ദി ഹെഡ് ഓഫ് സാലറി ഇൻ ദി ഇയർ ഓഫ് റെസിപ്റ്റ്. എന്താണ് സാലറി റിസീവ് ചെയ്യുന്ന ഇയറിൽ അല്ലെങ്കിൽ എന്താണ് എപ്പോഴാണ് സാലറി, അതായത് അഡ്വാൻസ്ഡ് സാലറി ആയിട്ട് നമ്മൾ സാലറി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഇയർ ആണോ നമ്മൾ റിസീവ് ചെയ്ത് ആ ഇയറിൽ അത് ടാക്സബിൾ ആയിരിക്കും. ഇനി ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ഫാളിംഗ് ഡ്യൂ ടു ദി ടാക്സബിൾ അണ്ടർ ദി ഹെഡ് ഓഫ് സാലറീസ് ഇൻ ദി ഇയർ ഇൻ വിച്ച് ഇറ്റ് ഫാൾ ഡ്യൂ. ഏതാണ് ഏത് വർഷമാണോ അത് ഡ്യൂ ആയത്, ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി കേസിൽ ഏത് വർഷമാണോ അത് ഡ്യൂ ആയത് ആ വർഷം അത് ടാക്സബിൾ ആയിരിക്കും. ഇനി അരിയർ സാലറി എന്ന് പറയുന്നത് എനി ഇൻക്രിമെന്റ് ഇൻ സാലറി വിത്ത് retrospective effect which has not been taxed in the past. Such arrears will be taxed in the year in which it is allowed. Arrears salary are taxable on receipt basis. Arrears salary എന്താണ് നമുക്ക് കിട്ടാതെ കിടക്കുന്ന സാലറി, കുറെ നാളായിട്ട് കിട്ടാതെ നമുക്ക് ഡ്യൂ ആയി കിടക്കുന്ന ഒരു സാലറി ആണെന്നുണ്ടെങ്കിൽ ആ സാലറി ടാക്സബിൾ ആകുന്നത് എപ്പോഴാണോ അത് കിട്ടുന്നത് അപ്പോഴായിരിക്കും ആ സാലറി ടാക്സബിൾ ആകുള്ളൂ. നെക്സ്റ്റ്
നമ്മൾ പറഞ്ഞു സാലറി, അതായത് നമ്മുടെ ബേസിക്സ് ഓഫ് ചാർജ്. ഇതാണ് നമ്മുടെ സാലറിയുടെ ചാർജ് എന്ന് പറയുന്നത്. അതായത് അഡ്വാൻസ്ഡ് സാലറി ആണെന്നുണ്ടെങ്കിൽ സാലറി കിട്ടിയ വർഷം ടാക്സബിൾ ആവും. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് സാലറി ആണെന്നുണ്ടെങ്കിൽ എന്താണ്, എപ്പോഴാണ് ഡ്യൂ ആവുന്നത് അപ്പോൾ അത് ടാക്സബിൾ ആകും. ഇനി അരിയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എപ്പോൾ അത് റിസീവ് ചെയ്യുന്നു അപ്പോൾ അത് ടാക്സബിൾ ആവും. ഇനി ഈ സാലറിയിലെ നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്, ഗ്രാറ്റുവിറ്റി is the retirement benefit given by the employer to the employee in consideration of past service. It is paid at the time of retirement or death of the employee whichever is earlier. എന്താണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്? ഒരു എംപ്ലോയിക്ക് അയാളുടെ സർവീസിന്റെ ഭാഗമായിട്ട് എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺസിഡറേഷൻ ആണ്. ഈ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ എന്താണ്, അയാൾ റിട്ടയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴാണ് അയാളുടെ ഡെത്ത് അപ്പോഴോ, ഇതിൽ ഏതാണോ ആദ്യം വരെ ആ സമയത്തായിരിക്കും എന്താണ് ഒരു എംപ്ലോയർക്ക് ഗ്രാറ്റുവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. Almost all employers enter into the agreement with the employee to pay gratuity. In fact, the payment of gratuity at 1972 statutory recognition of the concept gratuity. എന്താണ്, നമ്മുടെ ഒരുവിധമുള്ള എല്ലാവരും എന്താണ് ഒരു എഗ്രിമെന്റ് പ്രകാരം എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി പ്രൊവൈഡ് ചെയ്യാൻ എഗ്രി ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി പേ ചെയ്തത് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ബേസിസിലാണ്. ഇനി ഗ്രാറ്റുവിറ്റിയുടെ ട്രീറ്റ്മെന്റ്, അതായത് ഗ്രാറ്റുവിറ്റി എങ്ങനെ റിസീവ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ് ഗ്രാറ്റുവിറ്റിയുടെ ട്രീറ്റ്മെന്റ് വരുന്നത്. അതിനകത്ത് എന്താണ് ഫസ്റ്റ് കേസ്, അതാണ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ഡ്യൂറിംഗ് കണ്ടിന്യൂവേഷൻ ഓഫ് സർവീസ്. അതായത് എന്താണ്, നമ്മൾ സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ, നമ്മളല്ലെങ്കിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഫുള്ളി ടാക്സിബിൾ ആയിരിക്കും. ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ, നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ. ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് അറ്റ് ദി ടൈം ഓഫ് ടെർമിനേഷൻ ഓഫ് സർവീസ് ബൈ ദി ഗവൺമെന്റ് എംപ്ലോയി. ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ടെർമിനേഷന്റെ സമയത്ത് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളി എക്സംപ്റ്റഡ് ആയിരിക്കും. ഇനി ഗവൺമെന്റ് എംപ്ലോയി എന്ന് പറയുന്നത് ഹിയർ ഗവൺമെന്റ് എംപ്ലോയി ഹിയർ ഇൻക്ലൂഡ്സ് ദി എംപ്ലോയി central government, state government, local authority but does not include employees of the statutory corporate. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ലോക്കൽ അതോറിറ്റിയോ അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റോ കീഴിലുള്ള എംപ്ലോയീസിന് എന്താണ് ഗവൺമെന്റ് എംപ്ലോയി എന്ന് പറയുന്നത്. പക്ഷെ ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനിലെ എംപ്ലോയീസിന് ഒരിക്കലും ഗവൺമെന്റ് എംപ്ലോയി എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് കേസ്, ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് അറ്റ് ദി ടൈം ഓഫ് ടെർമിനേഷൻ ഓഫ് സർവീസ് ബൈ നോൺ ഗവൺമെന്റ് എംപ്ലോയീസ്. നോൺ ഗവൺമെന്റ് എംപ്ലോയീസ് കവേർഡ് ബൈ ദി പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യുന്ന നോൺ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ് എന്ത് ചെയ്യുന്നെങ്കിൽ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നതെങ്കിൽ എന്താണ് കേസ് എന്ന്. ഇവിടെ എന്താണ്, ഇവിടെ കണ്ടീഷൻസിന്റെ ബേസിസിലാണ്. ഇൻ സച്ച് കേസ് മിനിമം ഓഫ് ദി ഫോളോയിങ് ഷാൾ ബി അക്സെപ്റ്റഡ്. എന്താണ്, താഴെ പറഞ്ഞതിൽ ഏതാണോ മിനിമം അതിന്റെ ബേസിസിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഗ്രാറ്റുവിറ്റി ടാക്സബിൾ ആകുന്നത്, എക്സെപ്റ്റഡ് ആകുന്നത്. ആ മിനിമം എന്ന് പറയുന്നത് എക്സെപ്റ്റഡും ബാലൻസ് എന്ന് പറയുന്നത് ടാക്സബിളും ആയിരിക്കും. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 20 lakh 15 വർക്കിംഗ് ഡേയ്സ് സാലറി ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. അതായത് നമ്മുടെ ആക്ച്വലി കിട്ടുന്ന ഗ്രാറ്റുവിറ്റി ആണോ 20 ലക്ഷമാണോ അതോ 15 വർക്കിംഗ് ഡേയ്സിലെ സാലറി, അതായത് എത്ര വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്തോ അത്രത്തിലെ 15 വർക്കിംഗ് ഡേയ്സിലെ സാലറി ആണോ, ഏതാണോ നമ്മുടെ മിനിമം അതായിരിക്കും എക്സെപ്റ്റഡ് എമൗണ്ട്. ഇവിടെ എന്താണ് 15 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ 15 ഡിവൈഡ് ബൈ 26 എന്ന് പറയുന്നത്, ഈ 26 എന്ന് പറയുന്നത് നമ്മുടെ വർക്കിംഗ് ഡേയ്സ്. അതായത് ഇപ്പൊ ഒരു 4 സൺഡേസ് വരുന്നുണ്ടെങ്കിൽ ആ ഹോളിഡേസ് കളഞ്ഞിട്ട് ഒരു 4 വർക്കിംഗ് ഡേയ്സ് ഹോളിഡേസ് കളഞ്ഞിട്ട് വർക്കിംഗ് ഡേയ്സ് ആയിട്ട് 26 ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 15 ഡിവൈഡഡ് ബൈ 26 ഇൻറ്റു എന്താണ് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഇൻറ്റു സാലറി പെർ മന്ത്. ഇപ്പൊ നമ്മള് 10 വർഷം സർവീസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 15 ഡിവൈഡഡ് ബൈ 26 ഇൻറ്റു ടേൺ ഇൻറ്റു എന്താണ് നമ്മുടെ സാലറി പെർ മന്ത്. ഇപ്പൊ എത്ര 10,000 രൂപയാണെങ്കിൽ ഇൻറ്റു 10,000 അതായിരിക്കും എന്ത് ഈ മൂന്നെണ്ണത്തിൽ ഏതാണോ മിനിമം, ഈ മിനിമം ആയിരിക്കും എന്താണ് എക്സംപ്റ്റഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഇയർ ഓഫ് കംപ്ലീഷൻ ഓഫ് സർവീസ് എന്ന് പറഞ്ഞു. ഈ ഇയർ ഓഫ് സർവീസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരു 7 വർഷവും 5 മാസവുമാണെന്നുണ്ടെങ്കിൽ അതിനെ 7 വർഷമായിട്ട് കൺസിഡർ ചെയ്യും. ഇനി 7 വർഷവും അതുപോലെ തന്നെ എന്താണ് 8 മാസവും അല്ലെങ്കിൽ 9 മാസവും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അതിനെ നമ്മള് 8 വർഷമായിട്ട് കൺസിഡർ ചെയ്യും. അതായത് 6 മന്ത്സിൽ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യും 7 ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. ഒരു 6 മന്ത്സിന് മുകളിലാണ് വരുന്നതെങ്കിൽ എന്താണ് അതിനെ നെക്സ്റ്റ് ഇയർ ഇപ്പൊ 7 ആണെന്നുണ്ടെങ്കിൽ 8 വർഷമായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് എന്ത് ഇയർ ഓഫ് സർവീസ് കംപ്ലീറ്റഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
ഇവിടെ സാലറി ആയിട്ട് എടുക്കുന്നതാണ് ബേസിക് പേയും പ്ലസ് എന്താണ് ഡിയർനെസ് അലവൻസും ആണ്. അതായത് ലാസ്റ്റ് കിട്ടിയ ബേസിക് പേ പ്ലസ് ഡിയർനെസ് അലവൻസ് ആണ് എന്ത് നമ്മൾ സാലറി ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് എടുക്കുന്നത്. അതുപോലെ ഇൻ കേസ് ഓഫ് എംപ്ലോയീസ് സീസണൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് 15 days ഷാൽ ബി റീപ്ലേസ്ഡ് ബൈ 7 days. അതായത് 15 ദിവസം എന്നുള്ളത് 7/26 7 ദിവസമാണ് എന്താണ് വർക്കിംഗ് ഡേ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് 7 അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് 7 ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് 7/26 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഇൻറ്റു എന്താണ് സാലറി പെർ മന്ത്. അതുപോലെ തന്നെ എന്താണ് ഇൻ ദി കേസ് ഓഫ് പീ സ്ട്രേറ്റ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ കേസിലാണെങ്കിൽ 15 days salary will be computed on the basis of average of total wages. ടോട്ടൽ വേജിന്റെ ആവറേജിന്റെ ബേസിസിലായിരിക്കും എന്ത് 15 days salary കൺസിഡർ ചെയ്യുന്നത്. Received for a period of 3 months immediately preceding the termination of employee. എന്താണ് 3 മാസം എംപ്ലോയി ടെർമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് 3 മാസം റിസീവ് ചെയ്ത 15 ഡേയ്സിൽ സാലറിയുടെ ആവറേജ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇത് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് കേസ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ കേസ് എന്ന് പറഞ്ഞതാണ് നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണ്. അതുപോലെ തന്നെ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് കേസിൽ എന്താണ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ദി ടൈം ഓഫ് ടെർമിനേഷൻ സർവീസ് ബൈ നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണ് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ഫോളോ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിന്റെ പരിധിയിൽ വരുന്നില്ല. ആ കേസിലാണെന്നുണ്ടെങ്കിൽ എന്താണ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് അറ്റ് ദി ടൈം ഓഫ് ടെർമിനേഷൻ ഓഫ് സർവീസ് by non-governmental employees being not covered under the Payment of Gratuity Act shall be exempted from tax under Section 10 subsection 10 and clause 3 to the end of the extent of the lower of the following. എന്താണ് ഈ കേസിൽ താഴെ പറയുന്നതിൽ ഏതാണോ ലോവർ അതായിരിക്കും എന്ത് എക്സംപ്റ്റഡ് എന്ന് പറയുന്നത്. ആക്ച്വൽ സാലറി ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്താണോ 20 lakh ആണോ അതോ 1/2 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഇൻറ്റു ആവറേജ് സാലറി പെർ മന്ത് ആണോ, ഈ മൂന്നതിൽ ഏതാണ് മിനിമം എന്ന് വെച്ചാൽ അതായിരിക്കും എക്സംപ്റ്റഡ് ആകുന്നത്. ഇവിടെ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ആദ്യം 15/26 എടുത്തെങ്കിൽ ഇവിടെ എന്താണ് 1/2 ആണ് എടുക്കുന്നത്. ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണ്, ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യുന്നില്ലാത്ത കേസസ് ആണ് പറയുന്നത്. ഇനി ആവറേജ് സാലറി ഹിയർ മീൻസ് എന്താണ് ആവറേജ് സാലറി എന്ന് പറയുന്നത് എന്താണ് ബേസിക്സ് പ്ലസ് ഡിയർനെസ് അലവൻസ് പ്ലസ് എന്തെങ്കിലും കമ്മീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബീങ് ദി ലാസ്റ്റ് 10 month ആവറേജ് സാലറി, ലാസ്റ്റ് 10 മാസത്തെ ഇതിന്റെ ആവറേജ് സാലറി എടുത്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ഈ ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ 7 years 9 months അല്ലെങ്കിൽ 7 yearsന് മുകളിൽ, അതായത് 8 years കംപ്ലീറ്റ് ചെയ്യാതെ 7 years 9 months ആണെന്നുണ്ടെങ്കിൽ 7 years 5 months ആണെന്നുണ്ടെങ്കിൽ 7 years 10 months ആണെന്നുണ്ടെങ്കിലും 7 years ആയിട്ട് തന്നെയായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് കേസ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് എംപ്ലോയി. എംപ്ലോയിയുടെ ഡെത്തിന് ശേഷം, അതായത് എംപ്ലോയി മരിച്ചതിന് ശേഷം ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ആണ് പറയുന്നത്. The act is silent on treatment of gratuity received after the death of employee. However, on the following ground, it can be concluded the gratuity received by a legal hire shall not be taxable in the hand of the recipient. എന്നാണ് നമ്മളുടെ എംപ്ലോയി മരിച്ചതിന് ശേഷം അയാളുടെ ഏതെങ്കിലും ഹയർ അല്ലെങ്കിൽ അയാളുടെ അവകാശി ആ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ കയ്യിൽ അത് ടാക്സബിൾ ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് റെസിപ്റ്റ് അല്ലെങ്കിൽ അത് റിസീവ് ചെയ്യുന്നതിനാണ് എ ലംസം പേയ്മെന്റ് മെയ്ഡ് ഗ്രാറ്റുitously ടു widow or legal hire of the employee who die while in service by way of compensation or otherwise is not taxable under the head of salary. എന്താണ് നമ്മുടെ എംപ്ലോയി മരിച്ചതിന് പകരം അയാളുടെ വിഡോയോ അല്ലെങ്കിൽ അയാളുടെ ലീഗലി ആയിട്ട് ആരാണോ അയാളുടെ അവകാശി അയാളോ കോമ്പൻസേഷൻ ആയിട്ടോ അല്ലെങ്കിൽ അതർ വേസിലോ എമൗണ്ട് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഇൻകം ഫ്രം സാലറിയുടെ അണ്ടറിൽ ടാക്സബിൾ ആയിരിക്കില്ല. പിന്നെന്താണ് അൺയൂട്ടിലൈസ്ഡ് ഡെപ്പോസിറ്റ് അണ്ടർ ദി ക്യാപിറ്റൽ ഗെയിൻ ഡെപ്പോസിറ്റ് അക്കൗണ്ട് സ്കീം ഷാൾ നോട്ട് ബി ടാക്സബിൾ ഇൻ ദി ഹാൻഡ് ഓഫ് ലീഗൽ ഹയർ. അതുപോലെ തന്നെ എന്താണ് അയാളുടെ എന്തെങ്കിലും ഡെപ്പോസിറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിലും അതും ഒരിക്കലും ലീഗൽ ഹയറിന്റെ കയ്യിൽ അല്ലെങ്കിൽ അയാളുടെ അവകാശിക്ക് അത് ടാക്സബിൾ ആയിരിക്കില്ല.
അതുപോലെ തന്നെ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഇസ് നോട്ട് ലയബിൾ ഫോർ ദി പേയ്മെന്റ് ഓഫ് ടാക്സ് ഓൺ ഇൻകം ദാറ്റ് ഹാസ് നോട്ട് അപ്രൂവ്ഡ് ദി ഡിസീസ്ഡ് ടിൽ ഹിസ് ഡെത്ത്. ആ ഡിസീസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ മരിച്ച ആള് ഏൺ ചെയ്ത ഇൻകത്തിന് ലീഗൽ റെപ്രസെന്റേറ്റീവ് ടാക്സ് അടയ്ക്കാനായിട്ട് ബാധ്യതയില്ലെങ്കിൽ അത് ലയബിൾ അല്ല. അതായത് ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് നമ്മുടെ നിയമം നിൽക്കുകയാണ്, പിന്നെ അയാളുമായിട്ട് ബന്ധപ്പെട്ട് ആ ലീഗൽ നിയമങ്ങൾ ഇല്ല. ലീവ് സാലറി ബൈ എ ലീഗൽ ഹയർ ഓഫ് ദി ഗവൺമെന്റ് എംപ്ലോയി ഹു ഡൈഡ് ഇൻ ഹാർനസ് ഈസ് നോട്ട് ടാക്സബിൾ ഇൻ ദി ഹാൻഡ് ഓഫ് റെസിപ്റ്റ്. അതുപോലെ തന്നെ ലീവ് സാലറി കിട്ടിയതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയിയുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ ലീഗൽ ഹയർ അല്ലെങ്കിൽ അരണവകാശി അയാളുടെ കയ്യിൽ ടാക്സബിൾ അല്ല. ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ലീവ് എൻഹാൻസ്മെന്റ്. ലീവ് എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വർഷം അല്ലെങ്കിൽ ഒരു വർഷം നമുക്ക് ഒരു മാസം ഒരു ലീവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം 12 ലീവ് ഉണ്ട്. നമ്മൾ ആ വർഷം ഒരു വർഷം എന്താണ് നമ്മുടെ ലീവുകൾ ഒന്നും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് നമുക്ക് 5 ലീവ് ബാക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ലീവ് ബാക്കി നിൽക്കുന്ന എമൗണ്ട് എന്താണ്, ആ എമൗണ്ടിന് നമുക്ക് അല്ലെങ്കിൽ ആ ലീവ് ബാക്കി നിൽക്കുന്ന ദിവസത്തെ നമുക്ക് പെർ ഡേ സാലറി അനുസരിച്ച് നമ്മുടെ ആവറേജ് പെർ ഡേ സാലറി അനുസരിച്ച് അതിന് ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ എത്ര ദിവസം നമ്മൾ വർക്ക് ചെയ്തതിന് നമുക്ക് അഡീഷണൽ ആയിട്ട് ആ ലീവിന്റെ ഡേയ്സ് നമ്മൾ വർക്ക് ചെയ്തതിന് നമുക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ നമുക്ക് കിട്ടുന്ന ഒരു റിവാർഡാണിത് ലീവ് സാലറി എൻകാഷ്മെന്റ് എന്ന് പറയുന്നത്. ലീവ് സാലറി നമ്മൾ ക്യാഷ് ആയിട്ട് മേടിക്കുന്നു. അതെങ്ങനെയാണ്, ഒന്നല്ലെങ്കിൽ നമ്മൾ അതൊക്കെ വർഷം മേടിക്കാം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ റിട്ടയർ ചെയ്യുമ്പോൾ അത്രയും വർഷത്തെ എൻകാഷ്മെന്റ് ഒന്നിച്ച് കിട്ടുന്ന സിറ്റുവേഷനും ഉണ്ട്. ഇനി നമ്മുടെ കേസുകൾ പറയുന്നത് ലീവ് സാലറി റിസീവ്ഡ് ഡ്യൂറിംഗ് ദി കണ്ടിന്യൂവേഷൻ ഓഫ് സർവീസ്. സർവീസിൽ ഇരിക്കുമ്പോൾ ഈ സർവീസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സാലറി ലീവ് എൻകാഷ്മെന്റ് ചെയ്യുന്നതെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. അതുപോലെ തന്നെ ലീവ് സാലറി റിസീവ്ഡ് ബൈ ദി ഗവൺമെന്റ് എംപ്ലോയി ഓൺ ടെർമിനേഷൻ ഓഫ് സർവീസ്. സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്താണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ എന്താണ് ലീവ് സാലറി റിസീവ് അത് ഫുള്ളി എക്സംപ്റ്റഡ് ആയിരിക്കും. ഇവിടെ ഗവൺമെന്റ് എംപ്ലോയീസ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് മാത്രമാണ്. ഗവൺമെന്റ് എംപ്ലോയീസ് ഡസ് നോട്ട് ഇൻക്ലൂഡ് എംപ്ലോയീസ് ഓഫ് ലോക്കൽ അതോറിറ്റി ഓർ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഓർ ഫോറിൻ ഗവൺമെന്റ് എംപ്ലോയീസ്. ലോക്കൽ അതോറിറ്റിയുടെയോ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിലോ അല്ലെങ്കിൽ എന്താണ് ഗവൺമെന്റ് കമ്പനി ഫോറിൻ ഗവൺമെന്റ് എംപ്ലോയീസോ ഒന്നും ലീവ് എൻകാഷ്മെന്റിൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ലീവ് സാലറി റിസീവ്ഡ് ബൈ നോൺ ഗവൺമെന്റ് എംപ്ലോയീസ് ഓൺ ടെർമിനേഷൻ ഓഫ് സർവീസ്. നോൺ ഗവൺമെന്റ് എംപ്ലോയീസ് ടെർമിനേഷന്റെ സമയത്ത് എൻകാഷ്മെന്റ് അല്ലെങ്കിൽ ലീവ് എൻകാഷ്മെന്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ സിറ്റുവേഷൻ എങ്ങനെയാണ്? ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ആസ് ലീവ് സാലറി. എന്താണ് ലീവ് സാലറി ആയിട്ടുള്ള ആക്ച്വൽ എമൗണ്ട് റിസീവ് ചെയ്തു. അതുപോലെ തന്നെ എന്താണ് 3 lakh. അതുപോലെ തന്നെ എന്താണ് 10 into ആവറേജ് സാലറി പെർ മന്ത്സ്. അതുപോലെ തന്നെ എന്താണ് ഈ താഴെ പറയുന്ന 4 കാര്യങ്ങളിൽ ഏതാണോ മിനിമം വരെ അതായിരിക്കും എക്സംപ്റ്റഡ്. ഒന്നല്ലെങ്കിൽ നമ്മൾ ആക്ച്വലി റിസീവ് ചെയ്ത ലീവ് സാലറി ആയിരിക്കാം, അല്ലെങ്കിൽ 3 ലക്ഷം ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് 10 into ആവറേജ് സാലറി 10 വർഷത്തെ ആവറേജ് സാലറി, അല്ലെങ്കിൽ എന്താണ് 10 വർഷത്തിലെ 10 into ആവറേജ് സാലറി പെർ മന്ത്സ്. ഒരു മാസത്തെ ആവറേജ് സാലറി into 10 എന്ന് പറയുമ്പോൾ 10 month ആവറേജ് സാലറി, അല്ലെങ്കിൽ എന്താണ് ടു ദി മാക്സിമം ഓഫ് 30 days ആവറേജ് സാലറി ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. എത്ര വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും വർഷത്തെ ആവറേജ് സാലറി ആയിരിക്കും എന്ത് ഇതിൽ ഏതാണോ മിനിമം ആ മിനിമം ആയിരിക്കും എന്താണ് എക്സംപ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെയും സാലറി എന്ന് പറയുന്നത് എന്താണ് സാലറി ബേസിക് പ്ലസ് DA പ്ലസ് കമ്മീഷൻ ആണ് എന്ത് നമ്മുടെ. അതുപോലെ തന്നെ എന്താണ് ബീങ് ലാസ്റ്റ് 10 months ആവറേജ് സാലറി എൻഡിങ് ഓൺ ദി ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് ഓർ സൂപ്പർ ആനുവേഷൻ. എന്താണ് ബേസിക്സും DAയും കമ്മീഷനും നമ്മൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് 10 monthലെ ആവറേജ് ആയിട്ടുള്ള ബേസിക്കും DAയും കമ്മീഷനുമാണ് എന്ത് സാലറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് കേസ് ആനുവിറ്റി ആൻഡ് പെൻഷൻ. ആനുവിറ്റി ആൻഡ് പെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ആനുവിറ്റി ഈസ് എ സം പേയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് പർട്ടിക്കുലർ ഇയർ. It is a yearly grant. Annuity received from a present employer is to be taxable as salary. It does not matter whether it is paid in pursuance of contractual obligation or voluntarily. Annuity received from person other than the employer is taxable income from other sources. എന്താണ് ആനുവിറ്റി എന്ന് പറയുന്നത്? എന്താണ് ഒരു പാർട്ടിക്കുലർ ഇയറിൽ നമ്മുടെ എംപ്ലോയിക്ക് ഒരു ഗ്രാന്റ് പോലെ കിട്ടുന്ന എമൗണ്ട് ആണ് ആനുവിറ്റി എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് ആനുവിറ്റി നമ്മുടെ പ്രസന്റ് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയ ആനുവിറ്റി എന്ന് പറഞ്ഞാൽ സാലറിയുടെ കീഴിൽ ടാക്സബിൾ ആയിരിക്കും.
അതേസമയം എന്താണ് നമ്മളുടെ ഒരു പഴയ ഓണറുടെ കയ്യിൽ നിന്ന് നമുക്ക് ഇപ്പോൾ നമ്മളുടെ ഗ്രാറ്റുവിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് ചെയ്യും? ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി പെൻഷൻ മീൻസ് എ പീരിയോഡിക്കൽ പേയ്മെന്റ് റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയി ആഫ്റ്റർ ഹയർ റിട്ടയർമെന്റ്. പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയി റിട്ടയർ ചെയ്തതിന് ശേഷം ആ എംപ്ലോയിക്ക് പീരിയോഡിക്കലി കിട്ടുന്ന ഒരു എമൗണ്ട്, അല്ലെങ്കിൽ എന്താണ് മന്ത്ലി കിട്ടുന്ന ഒരു എമൗണ്ടിനെയാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു ഫിക്സഡ് ടൈം പീരീഡിനുള്ളിൽ കിട്ടുന്ന ഒരു എമൗണ്ടിനെയാണ് പെൻഷൻ എന്ന് പറയുന്നത്. ഇനി പെൻഷൻ എന്താണ്? ടു ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, കമ്മ്യൂട്ടഡ് എന്നും അൺകമ്മ്യൂട്ടഡ് എന്നും. ഇനി അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Uncommuted pension refers to the pension received periodically. It is fully taxable in the hand of both government and non-government employees. Uncommuted pension എന്ന് പറയുന്നത് പീരിയോഡിക്കലിയോ അല്ലെങ്കിൽ എന്താണ് പീരിയോഡിക്കലി uncommuted pension refers to the pension received in periodically. നമ്മൾ പീരിയോഡിക്കലി റിസീവ് ചെയ്യുന്ന പെൻഷനാണ് uncommuted pension എന്ന് പറയുന്നത്. It is fully taxable in the hand of both government and non-government employee. Uncommuted pension ആണെന്നുണ്ടെങ്കിൽ അത് എംപ്ലോയിയുടെ കയ്യിൽ, ഗവൺമെന്റ് എംപ്ലോയി ആയിക്കോട്ടെ എന്താണ് അൺഗവൺമെന്റ് എംപ്ലോയി ആയിക്കോട്ടെ, ഫുള്ളി ടാക്സബിൾ ആണ്. ഇനി കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കമ്മ്യൂട്ടഡ് പെൻഷൻ മീൻസ് ഇന്റർചേഞ്ച്. കമ്മ്യൂട്ടഡ് പെൻഷൻ മീൻസ് ലംസം എമൗണ്ട് ടേക്കൺ ബൈ കമ്മ്യൂട്ടിംഗ് ദി ഹോൾ ഓർ പാർട്ട് ഓഫ് ദി പെൻഷൻ. എന്താണ്? നമ്മളുടെ ടോട്ടൽ പെൻഷന്റെ ഒരു കുറച്ച് പോർഷൻ നമ്മൾ ലംസം ആയിട്ട് അല്ലെങ്കിൽ ഒരു ടോട്ടൽ എമൗണ്ട് ആയിട്ട് റിസീവ് ചെയ്യുന്നതിനെയാണ് കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത്. Many persons convert their future right to receive pension into lump sum amount receivable immediately. എന്താണ്? ഫ്യൂച്ചറിൽ പെൻഷൻ റിസീവ് ചെയ്യുന്നതിന് പകരം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ പെൻഷൻ റിസീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന രീതിയാണ് എന്ത്? കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത്. Such lump sum amount is determined considering factors like the age and health of the recipient, rate of interest, etc. എന്താണ്? കമ്മ്യൂട്ടഡ് പെൻഷനെ അഫക്ട് ചെയ്യുന്നില്ല. ആ ലംസം എമൗണ്ട് എത്രയാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ആ പേഴ്സന്റെ ഏജും ഹെൽത്തും എല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും കമ്മ്യൂട്ടഡ് പെൻഷൻ എത്രയാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി കമ്മ്യൂട്ടഡ് പെൻഷനിൽ എക്സംഷൻ ഇൻ ദി കേസ് ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ, എക്സംഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ as per section, the payment in respect of commuted pension is exempted subject to the conditions specified therein. Its statement is discussed below. Uncommuted pension എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Uncommuted pension is fully taxable in the hand of all employees, whether government or non-government employees. ഗവൺമെന്റോ നോൺ ഗവൺമെന്റോ ആയിക്കോട്ടെ, ഏത് എംപ്ലോയിയുടെ കയ്യിലാണെങ്കിലും അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ടാക്സബിൾ ആണ്. ഇനി സെക്കൻഡ് കേസ്, കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് ബൈ ദി ഗവൺമെന്റ് എംപ്ലോയി റിസീവ് ചെയ്യുന്ന പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. The non-government employee has included employees of central government, state government or local authority, as well as employees of the statutory corporation, judge of high court and supreme court are also entitled to the exemption. ഇവിടെ എന്താണ്? കമ്മ്യൂട്ടഡ് പെൻഷൻ ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, ലോക്കൽ ഗവൺമെന്റ്, അതുപോലെ തന്നെ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനിലെയോ അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ അതുപോലെ തന്നെ നമ്മുടെ ഹൈക്കോടതിന്റെയോ സുപ്രീം കോടതിന്റെയോ ജഡ്ജസിനെല്ലാം എന്താണ് കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സംപ്റ്റഡ് ആണ്. ഇനി കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയി ഹു ഓൾസോ റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി. എന്താണ്? കമ്മ്യൂട്ടഡ് പെൻഷൻ ഗ്രാറ്റുവിറ്റിയും റിസീവ് ചെയ്യുന്നവരുടെ കേസാണ് ഇവിടെ പറയുന്നത്. 1/3 ഓഫ് ദി ടോട്ടൽ പെൻഷൻ കമ്മ്യൂട്ടഡ് ഈസ് എക്സംപ്റ്റഡ്. എന്താണ്? നമ്മുടെ ടോട്ടൽ പെൻഷന്റെ 1/3 അല്ലെങ്കിൽ എന്താണ് ആ കമ്മ്യൂട്ട് ചെയ്ത പെൻഷന്റെ 1/3 എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ആയിരിക്കും. Normally immaterial whether the employees is covered payment of gratuity act or not. എന്താണ്? ആക്ടിവിറ്റി അത് കവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇമ്മെറ്റീരിയൽ ആണെന്നാണ് പറയുന്നത്. ഇനി കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയി ഹു ഡസ് നോട്ട് റിസീവ് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യാത്ത ഒരാളാണെന്ന് കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ് ചെയ്യുന്നെങ്കിൽ 1/2 ഓഫ് ദി ടോട്ടൽ പെൻഷൻ കമ്മ്യൂട്ടഡ് ഈസ് എക്സെപ്റ്റഡ്. എന്താണ്? പകുതി. ആദ്യം നമ്മൾ പറഞ്ഞു 1/3 ആണ് എക്സെപ്റ്റഡ് എന്ന്. ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നില്ലെങ്കിൽ ഹാഫ് 1/2 എന്ന് പറയുന്നത് എക്സെപ്റ്റഡ് ആയിരിക്കും. ഇത്രയാണ് നമ്മുടെ പെൻഷന്റെ കേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് റിട്രീറ്റ്മെന്റ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് എന്താണ്? റിട്രീറ്റ്മെന്റ് മീൻസ് ക്യാൻസലേഷൻ ഓഫ് കോൺട്രാക്ട് ഓർ സർവീസ് ബൈ എംപ്ലോയർ. എന്താണ്? ഒരു എംപ്ലോയർ ആ എംപ്ലോയിയുമായിട്ടുള്ള സർവീസ് അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുന്നതിനാണ് റിട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്.
അങ്ങനെ ഒരു എംപ്ലോയി ആയിട്ടുള്ള കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുകയോ ആ എംപ്ലോയി നീക്കം ചെയ്യുകയോ ചെയ്യുമ്പോൾ ആ എംപ്ലോയിക്ക് കൊടുക്കുന്ന കോമ്പൻസേഷൻ ആണ് എന്ത് റിട്രീറ്റ്മെന്റ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഇതെന്നാണ് താഴെ പറയുന്നത് 3 കേസ്. അതിൽ ഏതാണോ മിനിമം അതായിരിക്കും എന്ത് എക്സംപ്റ്റഡ് എന്ന് പറയുന്നത്. ഒന്നല്ലെങ്കിൽ ആക്ച്വൽ എമൗണ്ട് റിസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ, അല്ലെങ്കിൽ എന്താണ് എമൗണ്ട് കാൽക്കുലേറ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 25F ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ പ്രകാരമായിട്ട് സെക്ഷൻ 25 പറഞ്ഞിരിക്കുന്ന പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യുന്ന എമൗണ്ട്. ആ എമൗണ്ട് എന്ന് പറയുന്നതാണ് കോമ്പൻസേഷൻ അണ്ടർ ദി ആക്ട് സെറ്റ് ദ വർക്ക്മാൻ ഈസ് എൻറ്റിറ്റിൽഡ് ടു റിട്രീറ്റ്മെന്റ് കോമ്പൻസേഷൻ ഈക്വലന്റ് ടു 15 days ആവറേജ് പേ ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. 15 daysലെ ആവറേജ് പേ എത്ര വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും വർഷത്തെ ആവറേജ്, അതായത് എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഓർ എനി പാർട്ട് thereof in excess of 6 months. അതായത് 6 മാസത്തിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും 6 മാസത്തിൽ കൂടുതൽ എത്ര മാസം വർക്ക് ചെയ്തിട്ടുണ്ടോ അതും എത്ര വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും വർഷത്തെ ആവറേജ് സാലറി, 15 days ആവറേജ് സാലറിയാണ് സാലറി. ഈ 3 എണ്ണത്തിൽ ഏതാണോ കുറവ് അതായിരിക്കും എന്ത് എക്സംപ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് കോമ്പൻസേഷൻ റിസീവ്ഡ് അറ്റ് ദി ടൈം ഓഫ് വോളണ്ടറി റിട്ടയർമെന്റ്. വോളണ്ടറി റിട്ടയർമെന്റിന്റെ സമയത്ത് കോമ്പൻസേഷൻ റിസീവ് ചെയ്യുന്ന കേസ്. If an employee accepts retirement willingly in lieu of compensation, whether the retirement is known as voluntary retirement. എന്താണ് അയാളായിട്ട് തന്നെ റിട്ടയർ ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾ തന്നെ എന്താണ് വിൽഫുള്ളി റിട്ടയർ ചെയ്യുന്നതിനെയാണ് വോളണ്ടറി റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. വോളണ്ടറി റിട്ടയർമെന്റ് കോമ്പൻസേഷൻ റിസീവ്ഡ് ഓർ റിസീവബിൾ by an employee is eligible to exemption subject to the following condition. താഴെ പറയുന്ന കണ്ടീഷൻസ് അനുസരിച്ചാണ് അത് എക്സംപ്റ്റഡ് ആകുന്നത്. കണ്ടീഷൻ എന്ന് പറയുന്നത് കോമ്പൻസേഷൻ റിസീവ്ഡ് ഫ്രം ദി സ്പെസിഫൈഡ് എംപ്ലോയർ, ഒരു സ്പെസിഫൈഡ് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്തതായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് കോമ്പൻസേഷൻ ഈസ് റിസീവ്ഡ് ആസ് പെർ വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം ഫ്രെയിംഡ് ഇൻ അക്കോർഡൻസ് വിത്ത് പ്രിസ്ക്രൈബ്ഡ് ഗൈഡ് ലൈൻസ്. കോമ്പൻസേഷൻ എന്ന് പറയുന്നത് എന്താണ് വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം അനുസരിച്ച് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സ്പെഷ്യൽ ഗൈഡ് ലൈൻസ് പ്രകാരം ഫോളോ ചെയ്യുന്നതായിരിക്കണം എന്ത് എക്സംഷൻ എന്ന് പറയുന്നത്. ഇനി എമൗണ്ട് ഓഫ് എക്സംഷൻ. എക്സംഷൻ ഷാൽ ബി മിനിമം ഓഫ് ദി ഫോളോയിങ്. എന്താണ് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ആണോ അല്ലെങ്കിൽ എന്താണ് ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ആണോ അതോ എന്താണ് 5 lakh ആണോ, ഏതാണ് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും എന്ത് എക്സംഷൻ. ഇനി എന്താണ് നമ്മളുടെ ആക്ച്വൽ എമൗണ്ടിന്റെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് സ്കീം VRS മസ്റ്റ് ബി ആപ്ലിക്കബിൾ ടു ഓൾ എംപ്ലോയീസ് complete the age of 14 years or has completed 10 years of service. എന്നാണ് ഒന്നല്ലെങ്കിൽ 40 വയസ്സിന് മുകളിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 10 വർഷത്തെ സർവീസ് പൂർത്തിയായിരിക്കണം. അതുപോലെ തന്നെ such scheme must be framed to reduce the number of employees. ഈ സ്കീം എന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ നമ്പർ റെഡ്യൂസ് ചെയ്യാനുള്ളതായിട്ടായിരിക്കണം. അതുപോലെ വേക്കൻസി പോസ്ഡ് ബൈ ദി VRS is not to be filled up. VRS മൂലം ഉള്ള വേക്കൻസി എന്ന് പറയുന്നത് പെട്ടെന്ന് ഫിൽ ചെയ്തിട്ടുണ്ടാവാനായിട്ട് പാടില്ല. The retiring employee is not to be employed in another company or concern belonging to the same management. ആ മാനേജ്മെന്റിന്റെ വേറൊരു കമ്പനിയിലെ ആ എംപ്ലോയി വർക്ക് ചെയ്യുന്ന ഉണ്ടായിരിക്കാനായിട്ട് പാടില്ല. ഇത്രയുമാണ് എന്ത് നമ്മളുടെ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ റൂൾ BA എന്ന് പറയുന്നത്. ഇത്രയുമാണ് എന്തിന്റെ കേസില് നമ്മുടെ VRS അല്ലെങ്കിൽ വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കുമ്പോൾ കോമ്പൻസേഷൻ റിസീവ് ചെയ്യുന്ന സിറ്റുവേഷനിൽ. ഇനി നെക്സ്റ്റ് വരുന്നത് പ്രോഫിറ്റ് ഇൻ lieu ഓഫ് സാലറി. പ്രോഫിറ്റ് ഇൻ lieu ഓഫ് സാലറി എന്ന് പറയുന്നത് എന്താണ് ഫോളോയിങ് റെസിപ്റ്റ് ആർ ടാക്സബിൾ ആസ് പ്രോഫിറ്റ് ഇൻ lieu ഓഫ് സാലറി. സാലറിക്ക് പകരം അല്ലെങ്കിൽ സാലറിയുടെ ഒപ്പം തന്നെ കിട്ടുന്ന അല്ലെങ്കിൽ സാലറിക്ക് പകരം നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണെന്ത് നമ്മുടെ എംപ്ലോയറുടെ കയ്യിൽ എംപ്ലോയിക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് പ്രോഫിറ്റ് ഇൻ lieu ഓഫ് സാലറി. ഇതാണ് ദ എമൗണ്ട് ഓഫ് any compensation due to receive by an assessee from the employer or former employer at or in the connection with the termination or modification of terms and conditions. നമ്മളുടെ ടെർമിനേറ്റ് ചെയ്യുന്നത് മൂലമോ അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മോഡിഫൈ ചെയ്യുന്നത് മൂലമോ എന്തെങ്കിലും കോമ്പൻസേഷൻ അല്ല റിസീവ് ചെയ്യുന്ന എംപ്ലോയറിൽ നിന്ന് എംപ്ലോയർ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് എന്താണ് സാലറിയുടെ ആയിട്ടുള്ള നിലയിൽ സാലറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. എനി പേയ്മെന്റ് ഡ്യൂ ടു ഓർ റിസീവ് ബൈ ആൻ അസസി ഫ്രം ഹിസ് എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ എക്സെപ്റ്റ് ദി ഫോളോയിങ്. താഴെ പറയുന്നത് കൂടാതെ ഏതെങ്കിലും എമൗണ്ട് റിസീവ് ചെയ്യുകയാണെങ്കിൽ ഗ്രാറ്റുവിറ്റി എക്സംപ്റ്റഡ്, അതുപോലെ തന്നെ ഹൗസ് റെന്റ് എക്സംപ്റ്റഡ്, കമ്പ്യൂട്ടഡ് പെൻഷൻ എക്സംപ്റ്റഡ്, റിട്രീറ്റ്മെന്റ് കോമ്പൻസേഷൻ എക്സംപ്റ്റഡ്, പേയ്മെന്റ് ഫ്രം ദി അപ്രൂവ്ഡ് സൂപ്പറാനുവേഷൻ ഫണ്ട്, അതുപോലെ തന്നെ പേയ്മെന്റ് ഫ്രം സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ഓർ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, പേയ്മെന്റ് ഫ്രം
recognized provident fund to the extent it is exempted. ഇതെല്ലാം എന്താണ്, ഇതൊഴികെയുള്ള ഫണ്ടുകൾ എന്താണ്, എന്തെങ്കിലും പേയ്മെന്റ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പ്രോഫിറ്റ് ആൻഡ് യൂസ് സാലറിയാണ്. അതുപോലെ തന്നെ എന്താണ്, any payment from unrecognized provident fund or such other fund is to be extent which does not consist the contribution by the assessee or interest on the contribution. എന്താണ്, assessee കോൺട്രിബ്യൂട്ട് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തിരിക്കുകയോ, ഇൻട്രസ്റ്റ് ആ കോൺട്രിബ്യൂഷനിൽ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന അൺറിക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട്സ് എക്സംപ്റ്റഡ് ആണ്. ഇനി any sum received by the employee under the Mcom insurance policy included the sum allocated by the way of bonus on such policy. എന്താണ്, Mcom ഇൻഷുറൻസ് പോളിസിയുടെ കീഴിൽ എന്തെങ്കിലും റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സെപ്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ any amount due to the received by the employer prior to the employment or after cancellation of employment. എംപ്ലോയ്മെന്റിന് മുമ്പ് എംപ്ലോയ്മെന്റ് ക്യാൻസൽ ചെയ്തതിനു ശേഷമോ റിസീവ് ചെയ്ത ഏതെങ്കിലും എമൗണ്ട് എന്ന് പറയുന്നത് ടാക്സബിൾ ആയിരിക്കും. ഇനി അലവൻസ് എന്ന് പറയുന്നതാണ്. Generally, allowance are given to the employees to meet some particular requirement like house rent, expense on uniform, convenience, etc. എന്താണ്, നമ്മുടെ ഹൗസ് റെന്റ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ എംപ്ലോയീസിന് അഡീഷണൽ ആയിട്ട് അവർ ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെടുക്കുന്ന എക്സ്പെൻസിന് എന്തെങ്കിലുമൊക്കെ എന്താണ് അലവൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എമൗണ്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ അവർക്ക് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അലവൻസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ഫുള്ളി ടാക്സബിൾ അലവൻസ് ഉണ്ട്, പാർട്ട്ലി ടാക്സബിൾ അലവൻസ് ഉണ്ട്, ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ഉണ്ട്, എന്റർടൈൻമെന്റ് അലവൻസ്, ഡിയർനെസ് അലവൻസ്, ഓവർ ടൈം അലവൻസ്, അതുപോലെ തന്നെ ഫിക്സഡ് മെഡിക്കൽ അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, ഇൻട്രീം അലവൻസ്, സെർവന്റ് അലവൻസ്, ഇതൊക്കെ എന്താണ് ടാക്സബിൾ അലവൻസ് ആണ്. ഇനി ഹൗസ് റെന്റ് HRA ആണെന്നുണ്ടെങ്കിൽ അതുപോലെ സ്പെഷ്യൽ അലവൻസ് ആണെന്നുണ്ടെങ്കിൽ പാർട്ട്ലി ടാക്സബിൾ ആണ്. ഇനി എന്താണ്, നമ്മുടെ ഗവൺമെന്റ് എംപ്ലോയീസ് ഔട്ട്സൈഡ് ഇന്ത്യ, അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജ്, സുപ്രീം കോടതി ജഡ്ജ്, അതുപോലെ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന അലവൻസസ്, അതുപോലെ തന്നെ എന്താണ് കോമ്പൻസേറ്ററി അലവൻസസ് റിസീവ്ഡ് ബൈ ജഡ്ജ്, ഇതെല്ലാം എന്താണ് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഇനി എന്താണ് അലവൻസ് വിച്ച് ആർ ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസ് ആണ് ഇത് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, ടിഫിൻ അലവൻസ്, അതുപോലെ മെഡിക്കൽ അലവൻസ്, പിന്നെന്താണ് സർവന്റ് അലവൻസ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ് അലവൻസ്, വാർഡൻ, പ്രൊട്ടക്ടർ, അതുപോലെ എന്താണ് ഡെപ്യൂട്ടേഷൻ അലവൻസ്, എന്റർടൈൻമെന്റ് അലവൻസ്, ഇതെല്ലാം എന്താണ് ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസുകളാണ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.